കൊല്ലത്ത് യു.ഡി.എഫും ബി.ജെ.പിയും തമ്മിൽ വോട്ടു കച്ചവടത്തിന് ധാരണയെത്തിയെന്ന ആരോപണവുമായി സി.പി.എം. ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെയാണ് ധാരണയെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ചേരിതിരിവുണ്ടാക്കി വോട്ട് നേടാനാണ് സി.പി.എമ്മിന്റെ ശ്രമമെന്ന് യു.ഡി.എഫ് നേതാക്കൾ പ്രതികരിച്ചു. ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ സി.പി.എം അസത്യം പ്രചരിപ്പിക്കുകയാണെന്നാണ് ബി.ജെ.പിയുടെ പ്രതികരണം. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായുള്ള 7 മണ്ഡലങ്ങളിൽ നിന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ 1.25 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയിരുന്നു. ഈ വോട്ടുകൾ ഭൂരിഭാഗവും എൻ.കെ. പ്രേമചന്ദ്രന് മറിച്ചു നൽകാനാണ് ബി.ജെ.പിയുടെ ശ്രമമെന്നാണ് സി.പി.എമ്മിന്റെ ആരോപണം. ബി.ജെ.പിയോട് ഇടഞ്ഞു നിൽക്കുന്ന മുൻ യുവമോർച്ച നേതാക്കളും സമാന ആരോപണവുമായി രംഗത്തെത്തിയതോടെ വിഷയം സജീവ ചർച്ചയായിരിക്കുകയാണ്. ബി.ജെ.പിയുടെ മൊത്തം വോട്ടെടുത്താൽ ആ തെരഞ്ഞെടുപ്പിലെ 1,30,000 വോട്ടാണ്. ആ 1,30,000 വോട്ട് തനിക്ക് അനുകൂലമായി മാറ്റാതെ വിജയം അസാധ്യമാണ് എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഏർപ്പാടുകൾ നടത്തിക്കൊണ്ടിരുന്നത്. മോഡിയെ സംസ്ഥാന സർക്കാരിന് തലക്ക് മുകളിൽ കൂടി ഇവിടെ കൊണ്ടുവന്നത്. പ്രേമചന്ദ്രനെതിരായ സംഘീയാരോപണം പ്രതിഫലിക്കാത്തതിനാൽ സി.പി.എം വീണ്ടും ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുന്നുവെന്നാണ് യു.ഡി.എഫ് നേതാക്കളുടെ പ്രതികരണം. ബി.ജെ.പിയുടെ വർഗീയതയെ എതിർക്കുന്നുവെന്ന് പറയുമ്പോൾ സി.പി.എം ശ്രമിക്കുന്നതും എല്ലാ അർത്ഥത്തിലും വർഗീയമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞുള്ള വോട്ട് പിടിക്കാനല്ല, ഇവിടെ വർഗീയമായി എങ്ങനെ വോട്ട് സ്വാധീനിക്കാൻ ഒക്കുമെന്നുള്ള പരിശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സി.പി.എമ്മിന്റെ ആരോപണം ബി.ജെ.പിയും നിഷേധിച്ചു. ബി.ജെ.പിക്ക് വിജയപ്രതീക്ഷയില്ലാത്ത മണ്ഡലമാണ് കൊല്ലമെങ്കിലും എൻ.ഡി.എ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാണ്. മീഡിയ 1 കൊല്ലം.